ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പം ഇന്ന് വീണ്ടും ഒരു ചുരിദാർ റീഫാഷൻ ചെയ്യുന്നതായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചുരിദാറും ബ്ലാക്ക് തന്നെയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക്. അതുകൊണ്ടാണ് കൂടുതൽ ബ്ലാക്ക് ചുരിദാറായിരിക്കും എനിക്ക് കൂടുതൽ ഉള്ളത് തന്നെ. അപ്പം ഇന്ന് ചെയ്തേക്കുന്ന ഈ ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൻ്റെ പേരാണ് ക്രേറ്റൻ സ്റ്റിച്ച്. അത് കൂടുതൽ ലീവ്സ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് തയ്ക്കും. പക്ഷെ കൂടുതൽ ലീഫ് തയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി വരുന്നത്. ലീഫ് തയ്ച്ചാൽ നല്ല ഭംഗിയായിട്ട് വരും, നടുക്കൊരു പിന്നൽ പോലെയൊക്കെ വരും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ ഫുൾ ലെങ്ത് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ പറയുന്നതൊന്നും മിസ്സായി പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ക്രേറ്റൻ സ്റ്റിച്ച് തയ്ക്കാനായിട്ട് ഡിസൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ലീഫാണ് തയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്രേറ്റൻ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഈ നടുക്ക് ഇതുപോലെ ഒരു കർവ്, ഏത് ഡിസൈൻ ലീഫാണ് എടുക്കണമെങ്കിലും അതിൻ്റെ സൈഡിൽ നടുക്കേ കൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരയ്ക്കണം, പാർട്ടീഷൻ വെക്കണം നമ്മൾ. എന്നിട്ട് വേണം തയ്ക്കാൻ തുടങ്ങാൻ. അപ്പോൾ നമ്മൾ ഈ ലീഫ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സെൻറ്ററിലല്ല, ഈ സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ കുത്തിയെടുക്കുക. ഇത് 6 സ്ട്രാൻഡ്സ് ഉണ്ട്. എന്നിട്ട് ഇനി സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഈ സൈഡിലോട്ട് കുത്തിയെടുക്കണം. ത്രെഡ് താഴത്തേ കൂടെ എടുക്കണം, സൂചിയുടെ താഴത്തേ കൂടെ ത്രെഡ് എടുക്കണം. എന്നിട്ട് വലിക്കുക. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് തൊട്ടടുപ്പിച്ച് തന്നെ തയ്ച്ചാലും അകത്തിയാണെങ്കിലും തയ്ക്കാം. അകത്തി തയ്ക്കുമ്പോൾ ഇടയ്ക്ക് ലീഫ് വിടവ് വരും, തുണി കാണും. അടുപ്പിച്ചടുപ്പിച്ചാൽ തയ്ക്കണമെങ്കിൽ വിടവില്ലാണ്ട് തയ്ക്കാം. ഇനി ഇവിടെ വരുമ്പോൾ ഈ പാർട്ടീഷനിൽ ഇതിപ്പോൾ ലീഫ് വലിയതായി വരുമല്ലേ, അപ്പോൾ നമുക്കിത് ഫുള്ളും തയ്ക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടുന്ന് ഹാഫ് പോർഷൻ, ഇവിടുന്ന് ഈ ഡിസൈൻ വരച്ചതിൻ്റെ അവിടം വരെ അത്ര എടുക്കുന്നുള്ളൂ. ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഈ ഡിസൈൻ്റെ ഇവിടുത്തെ ഇതുവരെ, നടുക്ക് നമ്മൾ ചെയ്യുന്നില്ല, തയ്ക്കുന്നില്ല. ഇനി ഇവിടുന്ന് ഇവിടം വരെ ഈ സൈഡിൽ നിന്ന് ഇവിടം വരെ, അങ്ങനെ ഫുൾ ലീഫും നമ്മൾ തയ്ക്കുന്നത്. ഞാൻ തയ്ക്കുമ്പോൾ ഇവിടെ കുറച്ച് വിടവ് കാണുന്നുണ്ട്. അതൊട്ടും വിടവ് വരാണ്ടിരിക്കണമെങ്കിൽ അതുപോലെ അടുപ്പിച്ച് നമ്മൾ കുത്തിയെടുത്താൽ മതി. 2 രീതിയിൽ തയ്ച്ചാലും ഭംഗിയാണ് കാണാൻ, വിടവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഈ സ്റ്റിച്ച് പൊതുവേ ലീഫ് തയ്ക്കാനാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിയിൽ ലീഫ് വരുകയും ചെയ്യും ഇത് വെച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ. ഇതുവരെ ഫുൾ ലീഫ് നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ക്രേറ്റൻ സ്റ്റിച്ച് വെച്ച് നമ്മൾ ലീഫ് തയ്ച്ച് ഓൾമോസ്റ്റ് തീർന്നു എന്ന് തന്നെ പറയാം. ഇനി 2 വട്ടം കൂടി ഒന്ന് എടുത്താൽ മതി. അപ്പം ആ പാർട്ടീഷൻ എപ്പോഴും വെക്കാൻ മറന്നു പോകരുത്. അപ്പം നടുക്ക് നമ്മൾ കുത്തുന്നില്ല, ലീഫിൻ്റെ സൈഡ് വഴിയാണ് തയ്ക്കുന്നത്. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ പ്ലേറ്റ്സ് പിന്നിട്ടോരെ വന്നേക്കുന്നത് കണ്ടോ ഈ നടുക്കേ കൂടെ. അതിന് വേണ്ടിയിട്ടാണ് നടുക്കേ കൂടെ ആ കേവ് വരയ്ക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് ചെയ്തു. ഇനി താഴത്തോട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആരെങ്കിലും അറിയില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക.
അപ്പോൾ ക്രേറ്റൻ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ലീഫെല്ലാം തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നടുക്കേ കൂടെ ഇങ്ങനെ ഒരു പിന്നൽ മാതിരി വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ വരും ലീഫ് തയ്ച്ചാൽ കാണാനായിട്ട്. അപ്പം ഇവിടെ ഞാൻ ഡബിൾ ഷെയ്ഡ് ത്രെഡ് എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കൂടും. നിങ്ങൾ സിംഗിൾ ത്രെഡ് എടുത്താലും ഒരു കളർ ത്രെഡ് എടുത്താലും നല്ലതാണ്. മൾട്ടി കളർ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ആ ഷെയ്ഡ് മാറും കൂടെ വരുമ്പോൾ കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗിയാകും. പിന്നെ ഇവിടെ സ്റ്റെം തയ്ച്ചേക്കുന്ന സ്റ്റെം സ്റ്റിച്ചും ഇവിടെ മേളിൽ തയ്ച്ചേക്കുന്നത് ഫ്ലൈ സ്റ്റിച്ചുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ക്രേറ്റൻ സ്റ്റിച്ച് വെച്ച് ലീഫ് നല്ല ഭംഗിയിൽ തയ്ച്ചു വെച്ചിരിക്കുന്നത്, നടുക്കൊരു പിന്നൽ പോലെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റ്ലി നല്ല അടുപ്പിച്ച് തയ്ക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലോണം ഫുള്ളായിട്ട് ലീഫ് തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ലൂസായിട്ട് വിട്ട് ചെയ്യുകയും ചെയ്യാം. രണ്ട് രീതിയിൽ തയ്ച്ചാലും ഈ സ്റ്റിച്ച് കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങളപ്പോൾ രണ്ട് രീതിയിലും തയ്ച്ചു നോക്കുക, ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.